അച്ഛനും അമ്മയും പഴനിക്ക് പോയ ദിവസം വൈകിട്ട് ഞങ്ങൾ ബീച്ചിലേക്കാണ് പോയത്. കാരണം വീട്ടിൽ ആരുമില്ല മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ. ആകെ അന്നത്തെ ദിവസം ആകെ നമുക്കൊരു മൂഡപ്പായിരുന്നു. എങ്കിലും എന്തോ ആവട്ടെ എന്നും പറഞ്ഞ് ഞാനും ചേട്ടൻ്റെ കൂടെ പോയി ബീച്ചിൽ. അവിടെ ചെന്നപ്പോൾ ഫുൾ വൈബാണെങ്കിലും വിശപ്പിങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കടയിൽ നിന്ന് കയറി മുമ്മൂസ് ഓർഡർ ചെയ്ത് ആർത്തിയോട് അത് കഴിച്ചു കേട്ടോ. ഫോർക്കൊക്കെ ഉപയോഗിച്ച് ആദ്യം കഴിച്ചു, പിന്നെ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ കൈകൊണ്ട് കഴിച്ചു. നമുക്കതൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ചേട്ടൻ്റെ പാത്രത്തിൽ നിന്നും കൈയിട്ട് വാരി ഞാൻ കപ്പയും കക്കയിറച്ചിയും തിന്നു. എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടില്ല. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതി ഞാൻ അടിച്ച് വയറ്റത്താക്കി. അപ്പം ആ ഒരു ക്ഷീണം മാറ്റാൻ നമ്മൾ വന്ന കാര്യം പോലും ഞാൻ മറന്നു. നമ്മൾ ആലപ്പുഴ ബീച്ചിൽ ഫെസ്റ്റ് കാണാനാണ്. അവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോഴത്തേക്കും ദാണ്ട ഈ മാതിരിക്കും. പിന്നെ ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്കും നല്ലൊരു വൈബായിരുന്നു കേട്ടോ. പാട്ടും മേളവും സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ ടിക്കറ്റ് വെറുതെ ആയില്ല എന്ന് തോന്നിപ്പോയി. പക്ഷെ ദേ ഈ കരടി എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ കുറേ തോണ്ടി വിളിച്ചു, അടുത്ത് ചെന്ന് എന്നെ പേടിപ്പിച്ച് വിട്ടവൻ. പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ ഈ വഴിയിലൂടെ നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോഴാണ് ഒരു പൂവാതിൽ തുറന്നു വരും. കാരണം പൂവിൻ്റെ കൊട്ടാരമാട്ടോ. നല്ല രസമാണ്. പ്ലാസ്റ്റിക് പൂവാണെങ്കിൽ കൂടിയും നല്ല രസമാണ് കേട്ടോ. പിന്നെ അവർ അലങ്കരിച്ച് വെച്ചേക്കുന്നത് ഇപ്പം ഇടിച്ച് ഇടിച്ച് ഇപ്പം തട്ടി വീടാണ് ഞങ്ങൾ. അതൊക്കെ പോട്ടെ. ഈ പൂവൊക്കെ കണ്ടോ, നല്ല രസമാണ് കേട്ടോ. ഇങ്ങനത്തെ ഇത് വെച്ചൊക്കെ അവർ ഒരുപാട് നല്ല നല്ല രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആന, ഞാൻ വെറുതെ വിട്ടില്ല ആനേനെ. അവൻ്റെ കൊമ്പി പിടിച്ചാൽ നമ്മൾ സെൽഫി വീഡിയോസൊക്കെ എടുത്തു. കണ്ട ചേച്ചിമാരൊക്കെ നിന്ന് എടുക്കുന്നത്. നമ്മളോടും പറഞ്ഞു കേട്ടോ എടുത്തു തരാനായിട്ട്. കണ്ടോ മയിലും പുഷ്പക വിമാനം വരെ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, കുടു കണ്ട തൂണും തലപ്പൊക്കെ വെച്ചിരിക്കുന്നു. ഞങ്ങളെ ഒന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ എന്ത് ഡിമാൻഡാണെന്നറിയാം ഞങ്ങളുടെ ഇറക്കന്. അങ്ങനെ അവനെ അടിച്ചും പിടിച്ചും നിർത്തിയൊക്കെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയത് ഈ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നിടത്താട്ടോ. അവിടെ ചെന്ന് കുറേ ചുറ്റി തിരിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊന്നും മേടിക്കാനൊന്നുമില്ലായിരുന്നു. എങ്കിലും മാങ്ങയച്ചാർ കണ്ട ഞാൻ വിടത്തില്ലാട്ടോ. അവിടെ നിന്നൊരു കടുവ് മാങ്ങയച്ചാർ ട്രൈ ചെയ്തു. ഭയങ്കര പുളിയായിരുന്നു. പക്ഷെ ചേട്ടൻ മേടിക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് അത് അവിടെ ഇട്ടിട്ട് നേരെ പോയി. പിന്നെ ഫുഡ് സെക്ഷനിലോട്ട് അവിടെ ചെന്നിട്ടും വെറുതെ വിട്ടില്ല. പാനിപ്പൂരി കണ്ടാൽ ഞാൻ വെറുതെ വിടുമോ? അത് നമ്മുടെ ഫേവറേറ്റ് അല്ലേ. അതും കഴിച്ചു. പക്ഷെ പറയാതിരിക്കാൻ ഇതുപോലൊരു വൃത്തികെട്ട പാനിപ്പൂരി ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ മെയിൻ സ്പോട്ടിലോട്ട് വന്നു. അവിടെ കുറേ നേരം ചില്ല് ചെയ്ത് നനഞ്ഞു കുളിച്ച് അലമ്പത്തരം കാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടു. കാരണം ചേട്ടൻ ഇറങ്ങില്ല, അതുകൊണ്ട് ചേട്ടൻ സേഫ് സോണായിരുന്നു. ഞാൻ ഫുള്ള് നനഞ്ഞ കോഴിയെപ്പോലെ കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. അവിടുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയതോ പൊറോട്ട. അതും വലിയ ശോകമല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോഴത്തെ ആ വിശപ്പിന് അത് മതിയായിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പം ഇനി ആലപ്പുഴയിൽ ആരെങ്കിലും ഈ ബീച്ച് ഫെസ്റ്റിന് പോയിട്ടില്ലെങ്കിൽ പോകട്ടോ. അവിടെ കാണാനും കളിക്കാനും കേൾക്കാനും ഒക്കെ അത്യാവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.